Hi friends, welcome back to my channel. ഇന്ന് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ തേർഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം മുൻഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം, അല്ലെങ്കിൽ എൻഡ് സ്ക്രീനിൽ പ്ലേലിസ്റ്റ് നൽകിയേക്കാം, അവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ ഇടയ്ക്ക് വരുന്ന ചോദിക്കുന്ന ടോപ്പിക്സ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ആകുമ്പോൾ നമ്മൾ കോണിക് സെക്ഷൻസ് എടുക്കും. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രൊജക്ഷൻസും പിന്നെ കേർവ്സ്, കുറച്ച് സൈക്ലോയിഡ്, എപ്പിസൈക്ലോയിഡ് അതൊക്കെ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏപ്രിൽ മുതൽ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. 9605437884 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്താൽ അപ്പം നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് വരും, എനിക്കും ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പം നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല, അത്രയും ക്ലാസ്സസ് മിസ്സാവും. അപ്പം താല്പര്യമുള്ളവർ നേരത്തെ തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. First question, the unit of RF is option A centimeter, option B centimeter square, option C centimeter cube, option D none of these. Answer option D none of these. RF എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. ഓഫ് ദീസ് പറഞ്ഞേക്കുന്നത് എന്നാലും എന്താണ്? യൂണിറ്റ് ഇല്ല, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷന് യൂണിറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ നോക്കാം. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ദ ഡ്രോയിങ് ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്താണ്? ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ദ ഡ്രോയിങ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്. നമ്മൾ സ്കെയിൽ പറഞ്ഞല്ലേ, സ്കെയിൽ എന്താണ്? നമ്മൾ സർവേയിങ് സ്കെയിൽ പറഞ്ഞത് ഡിസ്റ്റൻസ് ഓൺ മാപ്പ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഓൺ ഗ്രൗണ്ട്. അത് തന്നെയാണ് എന്താണ് ഡിസ്റ്റൻസ് ഓൺ ഡ്രോയിങ്, അതായത് ഡിസ്റ്റൻസ് ഓൺ ഡ്രോയിങ് ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്. അതാണ് എന്തെന്ന് പറയുന്നത് റിപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ ആസ് നോ യൂണിറ്റ്സ്, കാരണം എന്താണ്? റേഷ്യോ ആണ്, ലെങ്ത് ബൈ ലെങ്ത് എന്നാണ് വരുന്നത്. അപ്പോൾ എന്താണ്? യൂണിറ്റ് ഇല്ല. ഫ്രാക്ഷൻ ഹാസ് നോ യൂണിറ്റ്സ്. ഇന്ന് നമുക്ക് ഇതിനെ മൂന്നായിട്ട് തിരിക്കാം. ഫുൾ സ്കെയിലുണ്ട്, റെഡ്യൂസ്ഡ് സ്കെയിലുണ്ട്, എൻലാർജ്ഡ് സ്കെയിലുണ്ട്. ഫുൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്ട്സ് ആർ ഡ്രോണിങ് സെയിം ഡയമെൻഷൻ ആസ് ഇസ് ആക്ച്വൽ ഡയമെൻഷൻ. അതായത് എന്താണ്? ആ ഒബ്ജക്റ്റിനെ, ഗ്രൗണ്ടിലുള്ള അല്ലെങ്കിൽ ആ യഥാർത്ഥ ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിൽ തന്നെ, അതേ ഡയമെൻഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്രോയിങ്ങിൽ വരയ്ക്കുന്നു. അങ്ങനെ ആണെങ്കിൽ ആ സ്കെയിലിന് എന്ന് പറയും ഫുൾ സ്കെയിൽ എന്ന് പറയും. അതായത് 1:1. ഇപ്പോൾ ഒരു ഗ്രൗണ്ടിൽ 1 മീറ്റർ ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് നമ്മൾ ഇപ്പോൾ ഡ്രോയിങ്ങിൽ വരയ്ക്കുകയാണെങ്കിൽ അതിന് എന്തെന്ന് പറയാം? 1 മീറ്റർ തന്നെ നമ്മൾ വരയ്ക്കണം. അപ്പോൾ അതിനെന്ന് പറയാം ഫുൾ സ്കെയിൽ എന്ന് പറയാം. 1:1. അപ്പോൾ ഫുൾ സ്കെയിലാണോ, എൻലാർജ് സ്കെയിൽ ഏതാണ്, റെഡ്യൂസ്ഡ് സ്കെയിലാണോ, ഏതൊക്കെയാണെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ ക്വസ്റ്റ്യൻ വരാറുണ്ട്. PSC ചോദിക്കാറുണ്ട് ഫുൾ സ്കെയിൽ ഏതാ, റെഡ്യൂസ്ഡ് സ്കെയിൽ ഏതാ, അല്ലെങ്കിൽ എൻലാർജ് സ്കെയിൽ ഇതിലേതാന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻ തന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഇത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഫുൾ സ്കെയിൽ എന്താണ്? ഒബ്ജക്ട്സ് ആർ ഡ്രോണിങ് സെയിം ഡയമെൻഷൻ ആസ് ഇസ് ആക്ച്വൽ ഡയമെൻഷൻ. അതായത് എന്താണ്? ആ ഒറിജിനൽ ഡയമെൻഷനിൽ തന്നെ നമ്മൾ എന്ത് വരയ്ക്കുന്നു? ഡ്രോയിങ്ങിൽ വരയ്ക്കുകയാണെങ്കിൽ അതിനെ ഫുൾ സ്കെയിൽ എന്ന് പറയും. ഇനി റെഡ്യൂസ്ഡ് സ്കെയിൽ ആണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിനകത്ത് എന്താണ്? ആക്ച്വൽ ആ ഒബ്ജക്റ്റിൻ്റെ ഒരു ബിൽഡിംഗ് ഒക്കെയാണെങ്കിൽ നമുക്ക് അതേ ഡയമെൻഷനിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഡ്രോയിങ്ങിൽ വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഡയമെൻഷനേക്കാൾ ചെറിയ ഡയമെൻഷനിലായിരിക്കും നമ്മൾ ഡ്രോയിങ് വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറയാം. ദ ഡയമെൻഷനിങ് ഓൺ ദ ഡ്രോയിങ് ആർ സ്മോളർ ദാൻ ദ ആക്ച്വൽ ഡയമെൻഷൻസ് ഓഫ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ എന്താ പറയുക? 1:2 അല്ലെങ്കിൽ 1:50 അല്ലെങ്കിൽ 1:1000, 1:100 ഇതൊക്കെ എന്തിനകത്ത് വരും? റെഡ്യൂസ്ഡ് സ്കെയിൽസിന് വരും. അപ്പോൾ ഇത് നോക്കി വെക്കുക. 1:2, 1:50, അതായത് ഗ്രൗണ്ടിലെ ഒരു 2 സെൻറ്റിമീറ്ററിനെ നമ്മൾ എന്തായിട്ട് വരയ്ക്കുന്നു? 1 സെൻറ്റിമീറ്റർ ആയിട്ട് ഡ്രോയിങ്ങിൽ വരയ്ക്കുന്നു. ഓക്കെ, ഇനിയും നെക്സ്റ്റ് എൻലാർജ്ഡ് സ്കെയിൽ. എൻലാർജ്ഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. അതായത് ഇപ്പം നമ്മൾ ഒരു ചെറിയ ഒബ്ജക്റ്റിനെ നമുക്കൊരു വലുതാക്കി വരയ്ക്കണം. നമ്മളൊരു ചെറിയ ഒബ്ജക്റ്റിനെ നമ്മൾ വലുതാക്കി വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഏത് സ്കെയിൽ യൂസ് ചെയ്യണം? എൻലാർജ്ഡ് സ്കെയിൽ യൂസ് ചെയ്യണം. അതായത് ഒരു ആ ഡയമെൻഷനേക്കാൾ വലിയ ഡയമെൻഷനിൽ നമുക്ക് ഡ്രോയിങ്ങിൽ വരയ്ക്കണം. അതിനെയാണ് നമ്മൾ എൻലാർജ്ഡ് സ്കെയിൽ ചെയ്യുന്നത്. സ്മോളർ ഒബ്ജക്ട്സ് ആർ ഡ്രോൺ ലാർജർ ഡയമെൻഷൻ ദാൻ ഈസ് ആക്ച്വൽ ഡയമെൻഷൻ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? 50:1 അല്ലെങ്കിൽ 5:1, 2:1 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എൻലാർജ്ഡ് സ്കെയിലാണ്. എപ്പോഴും ചോദിക്കുന്നതാണ് എൻലാർജ്ഡ് സ്കെയിൽ ഏതാണ്, അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ ഏതാണ്, റെഡ്യൂസ്ഡ് സ്കെയിൽ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് PSC. അപ്പം ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് diagonal scale is used to measure. Option A 3 dimension, option B 2 dimension, option C 1 dimension, option D any of the above. Answer option A 3 dimension. ഇത് കുറച്ച് കൺഫ്യൂഷൻ വന്ന ക്വസ്റ്റ്യൻ ആണ്. പലരും പറയുന്നത് any of the above ആയിരിക്കും. നമുക്ക് സ്ഥിരം PSC ചോദിക്കുന്നത് എന്താണ്? 3 ഡയമെൻഷൻ മെഷർ ചെയ്യാൻ പറ്റുന്ന സ്കെയിൽ ഏതാണെന്നാണ് PSC സ്ഥിരം ചോദിക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ച് ചോദിച്ചപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനായി. പക്ഷേ PSC ഫൈനൽ ആൻസർക്ക് കൊടുത്ത ഏതാണ്? 3 ഡയമെൻഷൻ എന്നാണ്. ഡയഗണൽ സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണ്? 3 ഡയമെൻഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, നമുക്ക് ടൈപ്സ് ഓഫ് സ്കെയിൽസ് നോക്കാം. പ്ലെയിൻ സ്കെയിൽ. പ്ലെയിൻ സ്കെയിൽ എന്തിനാണ്? 2 ഡയമെൻഷൻസ് മെഷർ ചെയ്യാൻ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? പ്ലെയിൻ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡയഗണൽ സ്കെയിൽ. ഡയഗണൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത് 3 ഡയമെൻഷൻസ് മെഷർ ചെയ്യാനാണ്. ഇതാണ് എപ്പോഴും PSC ചോദിക്കുന്നത്. നെക്സ്റ്റ് വെർണിയർ സ്കെയിൽ.
വെർനിയർ സ്കെയിൽ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഫ്രാക്ഷണൽ പാർട്സ് ഓഫ് ദ സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് ദി മെയിൻ സ്കെയിൽ. അതായത് ഫ്രാക്ഷണൽ പാർട്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? വെർനിയർ സ്കെയിൽ. ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് വെർനിയറും ഉണ്ട്, റിട്രോഗ്രേഡ് വെർനിയർ ഉണ്ട്. വെർനിയർ സ്കെയിൽ രണ്ടെണ്ണം ഉണ്ട്, ഡയറക്റ്റ് വെർനിയർ അല്ലെങ്കിൽ റിട്രോഗ്രേഡ് വെർനിയർ. ഡയറക്റ്റ് വെർനിയറിനെ നമുക്ക് ഫോർവേഡ് വെർനിയർ എന്ന് പറയാം. ഡയറക്റ്റ് വെർനിയറിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫോർവേഡ് വെർനിയർ എന്ന് പറയാം. ഈ വെർനിയർ സ്കെയിലിനകത്ത് ഒരു പ്രൈമറി സ്കെയിലും കാണും, ഈ ഒരു വെർനിയർ സ്കെയിലും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രൈമറി സ്കെയിൽ അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് വെർനിയർ ആണെങ്കിൽ സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് എ വെർനിയർ ഈസ് ഷോർട്ടർ ദാൻ ദ സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് ഹിസ് പ്രൈമറി സ്കെയിൽ. അതായത് ഒരു പ്രൈമറി സ്കെയിലിൻ്റെ സ്മോളസ്റ്റ് ഡിവിഷനേക്കാൾ, പ്രൈമറി സ്കെയിലിൻ്റെ സ്മോളസ്റ്റ് ഡിവിഷനേക്കാൾ എന്താണ് ഈ വെർനിയർ സ്കെയിലിൻ്റെ സ്മോളസ്റ്റ് ഡിവിഷൻ ചെറുതാണെങ്കിൽ അത് നമുക്ക് എന്താ പറയാം? ഡയറക്റ്റ് വെർനിയർ എന്ന് പറയാം. വെർനിയർ സ്കെയിൽ ഡിവിഷൻ മാർക്ക് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ സെയിം ഡയറക്ഷൻ ആയിരിക്കും, മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ സെയിം ഡയറക്ഷനിലായിരിക്കും. അതായത് ഇതിപ്പം മെയിൻ സ്കെയിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ദിസ് ഈസ് ദ പ്രൈമറി സ്കെയിൽ. 0, 1, 2, 3 ഇങ്ങനെ പോകാമെന്ന് വെച്ചോ. ഇത് മെയിൻ സ്കെയിൽ. ഇപ്പം ഇതെന്ന് വെർനിയർ സ്കെയിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ ഡിവിഷൻസ് ഉണ്ട്. ഇപ്പം വെർനിയർ സ്കെയിലിൻ്റെ ഡിവിഷൻ ഡയറക്ഷൻ ഓഫ് റീഡിങ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? 0 മാർക്ക് ചെയ്തേക്കുന്നത് എവിടെയായിരിക്കും? ലെഫ്റ്റ് എൻഡ് ഓഫ് ദ സ്കെയിലിൽ തന്നെ ആയിരിക്കും 0 മാർക്ക് ചെയ്തേക്കുന്നത്. 0 ലെഫ്റ്റ് എൻഡ് ഓഫ് ദ സ്കെയിലായിരിക്കും. നമ്മൾ റീഡ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാണ്? സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഫോർവേഡ് വെർനിയർ അല്ലെങ്കിൽ ഡയറക്റ്റ് വെർനിയർ എന്ന് പറയാം. അതുകൊണ്ടാണ് അതിനെ ഡയറക്റ്റ് വെർനിയർ അല്ലെങ്കിൽ ഫോർവേഡ് വെർനിയർ എന്ന് പറയുന്നത്. ഇൻ ദിസ് സ്കെയിൽ വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഈസ് മാർക്ക്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ടു മെയിൻ സ്കെയിൽ ഡിവിഷൻ. പിന്നെ എന്താണ്? 0 മാർക്കിംഗ് ഈസ് ഓൺ ദി ലെഫ്റ്റ് എൻഡ് ഓഫ് ദി സ്കെയിൽ. ഇപ്പോൾ ഡയറക്റ്റ് വെർനിയർ എന്നാണ് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് റിട്രോഗ്രേഡ് വെർനിയർ. റിട്രോഗ്രേഡ് വെർനിയർ എന്ന് പറഞ്ഞാൽ ദ സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് വെർനിയർ ഈസ് ലോങ്ങർ ദാൻ ദ സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് ഹിസ് പ്രൈമറി സ്കെയിൽ. അതായത് ഈ സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് വെർനിയർ എന്താണ്? സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് പ്രൈമറി സ്കെയിലിനേക്കാൾ ലോങ്ങർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റിട്രോഗ്രേഡ് വെർനിയർ. മറ്റേത് ഷോർട്ടർ ആണെന്ന് പറഞ്ഞു, ഇവിടെ റിട്രോഗ്രേഡ് വെർനിയർ ആണെങ്കിൽ എന്താണ്? ലോങ്ങർ ആണ്. റിട്രോഗ്രേഡ് വെർനിയർ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോൾ റിട്രോഗ്രേഡ് വെർനിയർ അല്ലെങ്കിൽ ബാക്ക്വേർഡ് വെർനിയർ എന്ന് നമുക്ക് പറയാം. ഇതിനകത്തെന്ന് പറഞ്ഞാൽ വെർനിയർ സ്കെയിൽ ഡിവിഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ ഓപ്പോസിറ്റിലായിരിക്കും വെർനിയർ സ്കെയിൽ ഡിവിഷനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. മറ്റേതിനകത്ത് സെയിം ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞു, ഇതിലെന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 0, ഇവിടെ 1, 2 അങ്ങനെയാണെങ്കിൽ ഇവിടെ കുഞ്ഞു കുഞ്ഞു ഡിവിഷൻസ് ഉണ്ട്. അതിനെ നമുക്ക് 1, 2, 3 ഇങ്ങനെ ഇടാം. അപ്പോൾ ഇതിനെ ഇവിടെയാണ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ. വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് റീഡിങ്. ഇവിടുന്ന് ഇങ്ങോട്ടും ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്തെന്ന് പറയാം? നമുക്ക് റിട്രോഗ്രേഡ് വെർനിയർ അല്ലെങ്കിൽ ബാക്ക്വേർഡ് വെർനിയർ എന്ന് പറയാം. ഓക്കെ, ഡയറക്ഷൻ ഓഫ് റീഡിങ് ഓപ്പോസിറ്റ് ആയിരിക്കും. മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ ഓപ്പോസിറ്റിലാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇങ്ങനെ മാർക്ക് ചെയ്തിരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? റിട്രോഗ്രേഡ് വെർനിയർ എന്ന് പറയാം. ഓക്കെ, ഇനി അറിയുന്നത് ലീസ്റ്റ് കൗണ്ട് എന്നാണെന്ന്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് സ്മോളസ്റ്റ് മെഷർമെൻറ്റ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഫ്രം ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെൻറ്റാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ തിയോഡലൈറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് പഠിച്ചിട്ടുണ്ട്, 20 സെക്കൻഡ്സ്. പിന്നെ പ്രിസ്മാറ്റിക് കോമ്പസ് 15 മിനിറ്റ്സ്, സർവേസ് കോമ്പസ് 30 മിനിറ്റ്സ് അങ്ങനെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പം ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് മെഷർമെൻറ്റ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഫ്രം ആൻ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ വെർനിയർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ S/N ആണ്. ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ S/N. അതായത് smallest division on main scale divided by number of divisions on the vernier. S എന്ന് പറഞ്ഞാൽ എന്താണ്? 1 smallest division on main scale. N എന്ന് പറഞ്ഞാൽ total number of divisions on the vernier scale. Okay. Next, scale of chords. Scale of chords എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്. ഇതെന്തിനാണ്? ആംഗിൾ മെഷർമെൻറ്റ് ചെയ്യാനാണ് നമ്മൾ സ്കെയിൽ ഓഫ് കോഡ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കമ്പാരിറ്റീവ് സ്കെയിൽ. കമ്പാരിറ്റീവ് സ്കെയിൽ ഹാസ് എ കോമൺ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ബട്ട് റീഡ് ഇൻ ഡിഫറെൻറ്റ് മെഷേഴ്സ്. അതായത് ഇതിനൊരു കോമൺ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ കാണും. നമുക്ക് പിന്നെ ഏത് ഡിഫറെൻറ്റ് മെഷേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? റീഡ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് മെഷർമെൻറ്റ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് സ്കെയിൽ ഹാസ് എ കോമൺ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ബട്ട് റീഡ് ഇൻ ഡിഫറെൻറ്റ് മെഷേഴ്സ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ടൈപ്സ് ഓഫ് സ്കെയിൽസ് ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of the length of the drawing to the actual length of the object is: Option A, representative fraction. Option B, diagonal scale. Option C, vernier fraction. Option D, refraction index. Answer option A, representative fraction. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു എന്താണ്? ലെങ്ത് ഓഫ് ദ ഡ്രോയിങ് ടു ദി ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ റേഷ്യോയ്ക്ക് പറയുന്നത് എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. അതിനെന്താണ്? യൂണിറ്റ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ്. എ കോണിക് സെക്ഷൻ വിച്ച് ഹാവ് ഓൺലി വൺ ഡയറക്ട്രിക്സ് ഈസ്: Option A, circle. Option B, hyperbola. Option C, parabola. Option D, ellipse. Answer option C, parabola. A conic section which have only one directrix. ഒറ്റ ഡയറക്ട്രിക്സ് ഉള്ള കോണിക് സെക്ഷൻ പറയുന്ന പേരെന്താണെന്ന് ചോദ്യം. അതെന്ന് പറഞ്ഞാൽ പരാബോളയാണ്. അപ്പോൾ നമുക്ക് കോണിക് സെക്ഷൻസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു കോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. റെവല്യൂഷൻ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എബൌട്ട് ഇസ് പെർപെൻഡിക്കുലർ സൈഡ്. പെർപെൻഡിക്കുലർ സൈഡിൻ്റെ എബൌട്ടായിട്ട് നമ്മൾ എന്താ ചെയ്യുക, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ പെർപെൻഡിക്കുലർ സൈഡിനെ പോയിട്ട് റിവോൾവ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടും, കോൺ കിട്ടും അല്ലേ. അപ്പോൾ ഇതൊരു കോണാന്ന് വിചാരിക്കാം. ഇതിനെന്താണ് പറയുന്നത്, മുകളിലത്തെ ടോപ്പ് പോയിന്റ് നമ്മളെന്ന് പറയും എപ്പെക്സ് അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറയും. കോണിൻ്റെ മുകളിലത്തെ പോയിന്റ് നമ്മൾ എപ്പെക്സ് അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറയും. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, ഈ സ്ലാൻ ഹൈറ്റിനെ നമ്മൾ എന്ത് പറയും, ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ സ്ലാൻ ഹൈറ്റ് എന്ന് പറയാം. ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ സ്ലാൻ ഹൈറ്റ് എന്ന് പറയും. ഈ ഹൈറ്റിനെ നമ്മൾ എന്തെന്ന് പറയും, ഹൈറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് ഹൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇനി ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, റേഡിയസ് ആയിരിക്കും. പിന്നെ താഴത്തെ നമ്മൾ എന്ത് പറയും, ബേസ് എന്ന് പറയും. താഴെ ബേസ്. ഇപ്പോൾ മുകളിലത്തെ പോയിന്റ് എപ്പെക്സ്, ഇത് ജനറേറ്റർ, ഇത് ഹൈറ്റ്, ഇത് ബേസ്, ഇത് റേഡിയസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കായിട്ട് കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ ഈ റൈറ്റ് സർക്കുലർ കോണിനെ നമ്മൾ ഏതെങ്കിലും ഒരു ആക്സിസ് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഷേപ്പ് ഓഫ് കർവിനെ നമുക്ക് എന്താ പറയാം, കോണിക് സെക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ കോണിക് സെക്ഷൻ അത് എന്താണ്, സർക്കിൾ, എലിപ്സ്, ഇതൊക്കെ എന്താണ്, കോണിക് സെക്ഷൻസ് ആണ്. അതായത് കോണിനെ നമ്മളൊരു കട്ടിംഗ് പ്ലെയിൻ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടുന്ന ആ ഷേപ്പ് ഓഫ് കർവിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കോണിക് സെക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ആദ്യം സർക്കിൾ. ഞാൻ പറഞ്ഞു സർക്കിൾ എന്താണ്, ഒരു കോണിക് സെക്ഷൻ ആണ്. അപ്പോൾ സർക്കിൾ എങ്ങനെയാണ് കിട്ടുന്നത്, സെക്ഷൻ പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആൻഡ് കട്ടിങ് ഓൾ ദ ജനറേറ്റേഴ്സ്. ഓക്കെ, ഇതൊരു റൈറ്റ് സർക്കുലർ കോണാന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ട്, ഈ സെക്ഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഇതാണ് നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത്, ഇതാണ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ടിംഗ് പ്ലെയിൻ വരികയാണെങ്കിൽ എന്താണ്, സെക്ഷൻ പ്ലെയിന് ഇതിന് പെർപെൻഡിക്കുലർ, അതായത് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോം ചെയ്യുന്ന ഇതിനെ എന്താണെന്ന് പറഞ്ഞാൽ സർക്കിൾ എന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ എന്താണ്, എല്ലാ ജനറേറ്റേഴ്സിനെയും കണ്ടോ, ഇതാണ് ജനറേറ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ജനറേറ്റേഴ്സിനെ എല്ലാം കട്ട് ചെയ്തുകൊണ്ട് എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സെക്ഷൻ എന്തായിരിക്കും, സർക്കിൾ ആയിരിക്കും. ഇങ്ങനെ നമുക്കിവിടെ കിട്ടും, സർക്കിൾ ആയിരിക്കും അതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആക്സിസിന് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും സെക്ഷൻ പ്ലെയിൻ. എന്നിട്ട് അതെന്തായും എല്ലാ ജനറേറ്റേഴ്സിനെയും കട്ട് ചെയ്യും. ഹിയർ ദ സെക്ഷൻ പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആൻഡ് കട്ടിങ് ഓൾ ദ ജനറേറ്റേഴ്സ്. അപ്പോൾ കിട്ടുന്നത് നമുക്ക് എന്താണ്, സർക്കിളാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് എലിപ്സ് നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, ഈ റൈറ്റ് സർക്കുലർ കോണിനെ ഒരു സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻഡ് ടു ദി ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ട് ആണെങ്കിൽ ആൻഡ് കട്ട് ഓൾ ദ ജനറേറ്റേഴ്സ്, എല്ലാ ജനറേറ്റേഴ്സിനെയും കട്ട് ചെയ്യുകയാണെങ്കിൽ, ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ, എന്നിട്ട് എല്ലാ ജനറേറ്റേഴ്സിനെയും കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്താണ്, എലിപ്സ് ആയിരിക്കും. ഇതിനെ നമ്മളെന്ന് പറയും എലിപ്സ് ആയിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, എലിപ്സ് ആണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, എലിപ്സ്. അപ്പോൾ വെൻ റൈറ്റ് സർക്കുലർ കോൺ ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻഡ് ടു ദ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടും പിന്നെ എല്ലാ ജനറേറ്റേഴ്സിനും കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്താണ്, എലിപ്സ് ആണ്. സർക്കിൾ എങ്ങനെയായിരുന്നു, ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരുന്നു. ഇവിടെ എന്താണ്, സെക്ഷൻ പ്ലെയിൻ എങ്ങനെയാണ് വരുന്നത്, ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. ഓക്കെ, section plane is inclined to the axis and it cut all the generators. Okay, next parabola എങ്ങനെയാണ്, section plane is inclined to the axis of the cone and parallel to one of the generators. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്താണ്, എല്ലാ ജനറേറ്റേഴ്സിനെയും കട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താണ്, ആക്സിസിന് സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആണ്, ദെൻ എന്താണ്, ഒരു ജനറേറ്ററിനെ കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ജനറേറ്ററിന് പാരലൽ ആണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, പാരബോളയാണ് കിട്ടുന്നത്. ഓക്കെ, പാരബോള. അപ്പം ഈ ജനറേറ്ററിന് പാരലൽ ആണ് സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഒരു ജനറേറ്ററിനെ കട്ട് ചെയ്യുന്നു, ദെൻ ആക്സിസിന് ഇൻക്ലൈൻഡ് ആണ്, ദെൻ എന്താണ്, ഈ ജനറേറ്ററിന് പാരലൽ ആണ്. ഈ ജനറേറ്ററിന് പാരലൽ ആയിട്ടാണ് ഈ സെക്ഷൻ പ്ലെയിൻ വരികയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, പാരബോളയാണ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് പരാബോള. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, പരാബോളയാണ് കിട്ടുന്നത്. ഓക്കെ, ദ സെക്ഷൻ പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് ടു ദ ആക്സിസ് ഓഫ് ദ കോൺ ആൻഡ് പാരലൽ ടു വൺ ഓഫ് ദ ജനറേറ്റേഴ്സ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും, പരാബോള കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഹൈപ്പർബോള. എന്ന് പറഞ്ഞാൽ വെൻ റൈറ്റ് സർക്കുലർ കോൺ ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ inclined to the axis by an angle smaller than that the generators made with the axis. അതായത് പാരബോള പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് ആക്സിസിന് ഇൻക്ലൈൻഡ് തന്നെയാണ്. ആക്സിസിന് ഇൻക്ലൈൻഡ് ആണ്. പിന്നെ എന്താണ്, ഇത് ഈ ജനറേറ്ററായിട്ട്
ജനറേറ്റർ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്മോളർ ആംഗിളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്യുന്നത്. അതായത് വെൻ റൈറ്റ് സർക്കുലർ കോൺ ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻ ടു ദ ആക്സിസ് ബൈ ആൻ ആംഗിൾ സ്മോളർ ദാൻ ദാറ്റ് ദ ജനറേറ്റേഴ്സ് മെയ്ഡ് വിത്ത് ആക്സിസ്. ജനറേറ്റർ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനേക്കാൾ ചെറിയ ആംഗിളിലാണ് ഈ സെക്ഷൻ പ്ലെയിൻ വരുന്നത്. അതായത് ഈ സെക്ഷൻ പ്ലെയിൻ ആക്സിസുമായിട്ട് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ചെറിയ ആംഗിളിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണ്, ഹൈപ്പർബോളയാണ്. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അതിനെന്താണ്, ഹൈപ്പർബോളയായിരിക്കും. ഇങ്ങനെ കിട്ടുന്ന സെക്ഷൻ എന്താണ്, ഇങ്ങനെ കിട്ടുന്ന ആ ഫിഗർ എന്തായിരിക്കും, ആ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പർബോളയാണ്. ഓക്കെ, when a right circular cone is cut by a section plane inclined to the axis by an angle smaller than that the generator made with the axis. Okay. നെക്സ്റ്റ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. റെക്റ്റാങ്കുലർ ഹൈപ്പർബോള കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത് എന്തിനായിരിക്കും എന്നറിയാമോ, ഈ ആക്സിസിന് പാരലൽ ആയിരിക്കും ഈ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത്. വെൻ സെക്ഷൻ പ്ലെയിൻ കട്ട്സ് ബോത്ത് ദ പാർട്സ് ഓഫ് ഡബിൾ കോൺ ഓൺ ദ സെയിം സൈഡ് ഓഫ് ആക്സിസ് ആൻഡ് പാരലൽ ടു ഇറ്റ്. അതായത് ഈ ആക്സിസിന് പാരലലായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. ആക്സിസിന് പാരലലായിട്ട് വരികയാണെങ്കിൽ റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. ഓക്കെ, ഇതാണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. When a section plane cuts both the parts of double cone on the same side of the axis and parallel to it. സെക്ഷൻ പ്ലെയിൻ ആക്സിസിന് പാരലായിട്ട് വരികയാണ് നമുക്ക് കിട്ടുന്നത് എന്താണ്, റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. ഓക്കെ, നെക്സ്റ്റ് ഐസോസ്ലസ് ട്രയാങ്കിൾ. When right circular cone is cut by a section through the apex of the cone. കോണിൻ്റെ എപ്പെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ് എപ്പെക്സ് എന്ന് പറഞ്ഞത്. എപ്പെക്സിലൂടെ നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ പോവുകയാണെങ്കിൽ എപ്പെക്സിലൂടെ ഒരു സെക്ഷൻ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണ്, ഐസോസ്ലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഇങ്ങനെ കിട്ടുന്ന എന്താണ്, ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. എപ്പെക്സിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് കിട്ടുന്നത്, ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഒരു റൈറ്റ് സർക്കുലർ കോൺ, അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. വെൻ റൈറ്റ് സർക്കുലർ കോൺ ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ ത്രൂ ദ എപ്പെക്സ് ഓഫ് ദ കോൺ. കോണിൻ്റെ എപ്പെക്സിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐസോസ്ലസ് ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്ഥിരം ചോദിക്കുന്നതാണ് എന്ത്, എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എസെൻട്രിസിറ്റി നോക്കാം. ഓക്കെ, ഇതൊരു എലിപ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഫിക്സഡ് സ്ട്രേറ്റ് ലൈൻ, ഈ ഫിക്സഡ് ലൈനെ നമ്മൾ എന്താണ്, ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. ഈ ഫിക്സഡ് ലൈൻ എന്തെന്ന് പറയും, ഡയറക്ട്രിക്സ് എന്ന് പറയും. ഡയറക്ട്രിക്സ്, ഈ ഫിക്സഡ് ലൈനെയാണ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. ഈ ഫിക്സഡ് ലൈൻ യൂസ് ചെയ്ത് ഡിസ്ക്രൈബിങ് എ കർവ് ഓർ സർഫസ്. ഏതിൻ്റെ കേസിലും, എലിപ്സ് ആണെങ്കിലും പാരബോള, ഹൈപ്പർബോള, ഇതിൻ്റെ കേസിലെല്ലാം എന്താണ്, ഡയറക്ട്രിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫിക്സഡ് ലൈൻ യൂസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യുന്ന കർവ് ഓർ സർഫസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. ഡയറക്ട്രിക്സ് എന്തായിരിക്കും, ഫിക്സഡ് ലൈനാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോക്കസ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോക്കസ്, ഇതൊരു വേറൊരു ഫോക്കസ്. ഓക്കെ, ഒരു ഫിക്സഡ് പോയിന്റ് ആണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഫോക്കസ് എന്താണ്, ഒരു ഫിക്സഡ് പോയിന്റ്. ഇത് രണ്ടും എന്താണ്, ഫോക്കസ് ആണ്. ഓക്കെ, ഫോക്കസ്, ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ എന്താ പറയുക, ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എസെൻട്രിസിറ്റി എന്താണെന്ന് പറയാം. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ഫിക്സഡ് ഫോക്കസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഫ്രം ഡയറക്ട്രിക്സ്. അതായത് എന്താണ്, ഈ ഫിക്സഡ് ഫോക്കസിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള ആ ഡിസ്റ്റൻസിൻ്റെയും പിന്നെ ഡയറക്ട്രിക്സിലേക്ക് ഉള്ള ആ ഡിസ്റ്റൻസിൽ, ആ പോയിന്റിൽ നിന്നുള്ള ആ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്, എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പോയിൻ്റാണെന്ന് വെച്ചോ, ഈ കർവിലുള്ള ഒരു പോയിൻ്റാണ് XY എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ്, ഫോക്കസിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് A ആണെന്ന് വിചാരിക്കുക. ഈ ഡിസ്റ്റൻസ് എന്താണ്, A. ഓക്കെ, പിന്നെ തന്നെ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഡയറക്ട്രിക്സ്. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ഡയറക്ട്രിക്സ്, ഇത് B ആണെന്ന് വിചാരിക്കുക. അപ്പം എന്തായിരിക്കും എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ, A/B ആണ് എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് ഈ പോയിന്റും ഈ ഫോക്കസും തമ്മിലുള്ള ആ ഡിസ്റ്റൻസും ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ഡയറക്ട്രിക്സ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എസെൻട്രിസിറ്റി എന്നാണ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ഫിക്സഡ് ഫോക്കസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഫ്രം ഡയറക്ട്രിക്സ്. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതൊരു കോണിക് സെക്ഷൻ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പം സർക്കിളിന് എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എലിപ്സിന് ഒരു എസെൻട്രിസിറ്റി എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി കോണിക് സെക്ഷനിൽ എന്താണ്, ഈ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പം സർക്കിളിൻ്റെ എസെൻട്രിസിറ്റി E=0 ആയിരിക്കും. സർക്കിളിൻ്റെ വാല്യൂ എന്താണ്, E=0 ആണ്. ഓക്കെ, ഇനി എലിപ്സ് ആണെങ്കിൽ E<1, എസെൻട്രിസിറ്റി <1, എലിപ്സിന് പാരബോള ആണെങ്കിൽ E=1 ആൻഡ് ഹൈപ്പർബോള E>1. എസെൻട്രിസിറ്റി >1 ഏതിനാണ്, ഹൈപ്പർബോളയ്ക്കാണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കിളിൻ്റെ എസെൻട്രിസിറ്റി എന്താണ്, 0 ആണ്. എലിപ്സിന് എസെൻട്രിസിറ്റി <1 ആണ്. പാരബോളയ്ക്ക് എസെൻട്രിസിറ്റി =1 ആണ്. ഹൈപ്പർബോളയ്ക്ക് എസെൻട്രിസിറ്റി എന്താണ്, >1 ആണ്. ഓക്കെ, നെക്സ്റ്റ് എലിപ്സ്.
Ellipse എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. An ellipse can be defined as a curve traced by a point moving in a plane in such a way that the sum of its distance from two fixed points is a constant and the sum of the distance equal to the length of the major axis. അപ്പോൾ നമ്മൾ ഇത് പറയുന്നതിന് മുമ്പ് ഡെഫിനിഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് കുറച്ച് ടേംസ് നമുക്ക് നോക്കാം. എലിപ്സിൻ്റെ ഈ ആക്സിസ് ആണോ, ഇതിനെ നമ്മൾ മേജർ ആക്സിസ് എന്നാണ്. ഇത് കണ്ടാൽ അറിയാം ഇതാണ് വലുതെന്ന് പറയുന്നത്. അപ്പോൾ 2 ആക്സിസ് ഉണ്ട് എലിപ്സിന്, മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ്. മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ്. ഈ വലിയ ആക്സിസ് നമ്മൾ മേജർ ആക്സിസ് എന്ന് പറയും. ഇതിനെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇതിനെ നമ്മൾ മൈനർ ആക്സിസ് എന്ന് പറയും. ഓക്കെ, ദെൻ 2 ഫോക്കസ് ഉണ്ട്. ഇതൊരു ഫോക്കസ്, ഇത് വേറൊരു ഫോക്കസ്. അപ്പോൾ 2 ഫോക്കസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട്, 2 ആക്സിസ് ഉണ്ട്, മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ്, 2 ഫോക്കസ് ഉണ്ട്. അതാണ് പറഞ്ഞത്. അപ്പം ഓക്കെ, നമുക്ക് ഇതിനെ -C എന്നും ഇതിനെ +C എന്നും വിളിക്കാം. ഓക്കെ, ഫോക്കസ് നമ്മൾ C എന്നും -C എന്നും വിളിച്ചു. ഓക്കെ, ഇനിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ XY ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ് എന്ന് വെച്ചു, XY എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ്. ഓക്കെ, ഇതിന് ഈ ഫോക്കസിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസും ഇതിനെ D1 എന്ന് വിളിച്ചു, ഈ ഡിസ്റ്റൻസ് D2. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ D1 + D2 എന്ന് പറയുന്നത്, ഇതിൻ്റെ സം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ 2 ഫിക്സഡ് പോയിന്റ് തമ്മിലുള്ള ആ ഡിസ്റ്റൻസ്, സം ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, ഈക്വൽ ടു ദി ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ്. ഈ മേജർ ആക്സിസിൻ്റെ ലെങ്തിന് ഈക്വൽ ആയിരിക്കും. നമുക്ക് മേജർ ആക്സിസിനെ A, ഇത് -A. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് എഴുതുന്നത്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണെങ്കിൽ ഇത് എക്സ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ മൈനസ് വാല്യൂ അതുകൊണ്ടാണ് ഇട്ടേക്കുന്നത്, ഡയറക്ഷൻ കൊണ്ടാണ് മൈനസ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ -A. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി, ഡയറക്ഷൻ നോക്കണ്ട. ഓക്കെ, അപ്പോൾ സം ഓഫ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ദി ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ്. മേജർ ആക്സിസിൻ്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പം A + A 2A. അപ്പോൾ എന്തായിരിക്കും, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. എന്താണ്, ഡിസ്റ്റൻസ് ഓഫ് സം ഓഫ് ഡിസ്റ്റൻസ് ഫ്രം 2 ഫിക്സഡ് പോയിന്റ്സ് ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് സം ഓഫ് ദ ഡിസ്റ്റൻസ് ഈക്വൽ ടു ദി ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ്. മേജർ ആക്സിസിൻ്റെ ലെങ്ത് എത്രയാണ്, 2A. ആ ലെങ്തിന് ഈക്വൽ ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സം ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പോയിന്റിലേക്ക് ഒരു ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് D1, നെക്സ്റ്റ് ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് D2. അവരുടെ സം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, മേജർ ആക്സിസിൻ്റെ ലെങ്തിന് ഈക്വൽ ആണ്. ഇതിങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻ എലിപ്സ് ഹാസ് the major axis of an ellipse is the line passing through the foci and terminated by the ellipse. ഇവിടെ 2 ഫോക്കസ് ഉണ്ടായിരുന്നു. ഈ ഫോക്കസിലൂടെ, ഫോസി എന്ന് പറയുന്നത് 2 ഫോക്കസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഫോസിയിൽ കൂടെ പോകുന്നതിന് നമ്മൾ എന്താണ്, മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഇതും ഒരു ചോദ്യമായിരുന്നു PSCയുടെ. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇറ്റ് ഈസ് എ ലൈൻ പാസിംഗ് ത്രൂ ദ ഫോസി ആൻഡ് ടെർമിനേറ്റഡ് ബൈ ദി എലിപ്സ്. ഓക്കെ, ഹാസ് 2 ഫോസി ആൻഡ് 2 ഡയറക്ട്രിക്സ്. എലിപ്സിന് എന്തെല്ലാം ഉണ്ട്, എലിപ്സിന് എന്തൊക്കെയാണ് ഉള്ളത്, 2 ഫോക്കസും ഉണ്ട്, 2 ഡയറക്ട്രിക്സും ഉണ്ട്. 2 ഫോക്കസും ഉണ്ട്, 2 ഡയറക്ട്രിക്സും ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പാരബോളയ്ക്ക് ഒരു ഡയറക്ട്രിക്സ് ഉള്ള കോണി സെക്ഷൻ ഏതായിരുന്നു, അത് പാരബോളയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡയറക്ട്രിക്സിന് എലിപ്സിന് എത്ര ഫോക്കസ് ഉണ്ട്, 2 ഫോക്കസും 2 ഡയറക്ട്രിക്സും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പാരബോള. പാരബോള എന്ന് പറഞ്ഞാൽ എ പാരബോള ഈസ് ഡിഫൈൻഡ് ആസ് ദ curve traced by a point moving in a plane in such a way that a distance from the fixed point is always equal to the distance from the fixed line directrix. അതായത് ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോക്കസ്. ഇത് ഇതിൻ്റെ ഫോക്കസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഫോക്കസിൻ്റെ ഡിസ്റ്റൻസ്, ഒരു പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, a curve traced by a point moving in such a way that is distance from the fixed point, that is distance from the fixed point. ഫിക്സഡ് പോയിന്റ് എന്നുള്ള ഈ ഡിസ്റ്റൻസും, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് പറയുന്നത്, ഈ പോയിന്റിന് ഈ ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഈ ലെങ്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അതായത് ഈ ഫോക്കസിൽ നിന്നുള്ള ഈ പോയിന്റിൻ്റെ ഈ ഫോക്കസിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പാരബോളയുടെ എസെൻട്രിസിറ്റി എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു, E = 1. അതായത് ഈ ഡിസ്റ്റൻസ് രണ്ടും സെയിം ആണ്. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണ് ഈ ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കുക, ഈ സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ, 2/2 എന്തായിട്ട് പോകും, 1 ആയി പോകും. അതുകൊണ്ടാണ് എന്താണ് പാരബോളയുടെ എസെൻട്രിസിറ്റി എന്താണെന്ന് പറയുന്നത്, E = 1 ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാരബോളയുടെ കുറച്ച് ടേംസ് നോക്കാം. ഇതാണ് ഡയറക്ട്രിക്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഇതെന്തായിരിക്കും, ഇതാണ് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈൻ പാസിംഗ് ത്രൂ ദ ഫോക്കസ്. ഫോക്കസിലൂടെ പോകുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത്,
ആക്സിസ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ലൈൻ പാസിംഗ് ത്രൂ ദ ഫോക്കസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ട്രിക്സ്. ഫോക്കസിലൂടെ പോകുന്നു, എന്താണ് ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലറും ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വെർട്ടെക്സ്. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ കോണിക് കട്ട് ഇസ് ആക്സിസ്. ഈ കോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഷേപ്പ്, കർവ് ഷേപ്പ്, പാരബോളയുടെ ഷേപ്പ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ആ പോയിന്റിനെ, ഈ പോയിന്റിനാണ് എന്താ പറഞ്ഞാൽ വെർട്ടെക്സ് എന്ന് പറഞ്ഞത്. വെർട്ടെക്സ് എന്താണ്? ഇറ്റ്സ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ കോണിക് കട്ട് ഇസ് ആക്സിസ്. ഓക്കെ. നെക്സ്റ്റ് കോഡ്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് ഓൺ എ കോണിക്. ഈ കോണിക്കിൽ 2 പോയിന്റ്സ് എന്ന് വെച്ചാൽ ആ 2 പോയിന്റ്സിനെയും ജോയിൻ ചെയ്ത് വരയ്ക്കാൻ നമുക്ക് എന്താ പറയാം? കോഡ് എന്ന് പറയാം. ഇതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പോൾ കോഡ് എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് ഓൺ എ കോണിക്. ഓക്കെ. നെക്സ്റ്റ് ഓർഡിനേറ്റ്. ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ ലൈൻ ഫ്രം എനി പോയിന്റ് ഓൺ ദ കോണിക് ടു ഇസ് ആക്സിസ്. എന്നാൽ ഈ കോണിക്കിൽ ഇവിടെ ഒരു പോയിന്റ് ഒന്ന് വിചാരിക്കുക. ഈ പോയിന്റ് എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ലൈൻ, ആക്സിസിലോട്ടുള്ള ആ പെർപെൻഡിക്കുലർ ലൈനെ നമ്മൾ എന്താണ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓർഡിനേറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ ലൈൻ ഫ്രം എനി പോയിന്റ് ഓൺ ദ കോണിക് ടു ഇസ് ആക്സിസ്. നെക്സ്റ്റ് ഡബിൾ ഓർഡിനേറ്റ്. അപ്പോൾ നമ്മൾ ഓർഡിനേറ്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഓർഡിനേറ്റ് താഴോട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയും. അതായത് ദ ലെങ്ത് ഓഫ് ദ ഡബിൾ ഓർഡിനേറ്റ് വിൽ ബി ട്വൈസ് ദ ലെങ്ത് ഓഫ് ദ കറസ്പോണ്ടിങ് ഓർഡിനേറ്റ്. ഓർഡിനേറ്റിൻ്റെ ഡബിൾ ആയിരിക്കും എന്തെന്ന് പറഞ്ഞത് ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ. ആ പെർപെൻഡിക്കുലർ ലൈൻ ഓർഡിനേറ്റ് എന്താണ്? ഇറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ ലൈൻ ഫ്രം എനി പോയിന്റ് ഓൺ ദ കോണിക് ടു ഇസ് ആക്സിസ്. അത് താഴോട്ട് ഉണ്ടെങ്കിൽ എന്ന് പറയാം ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയാം. ഓക്കെ. നെക്സ്റ്റ് ഒരു ടേം ഓർത്തിരിക്കുന്നത് ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്റസ് റെക്റ്റം ഇറ്റ് ഈസ് ദി ഡബിൾ ഓർഡിനേറ്റ് പാസിംഗ് ത്രൂ ദ ഫോക്കസ് ഓഫ് ദ കോണിക്. ഡബിൾ ഓർഡിനേറ്റ് ആണ്, അതെന്താണ് ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഡബിൾ ഓർഡിനേറ്റ് പാസിംഗ് ത്രൂ ദി ഫോക്കസ് ഓഫ് ദ കോണിക്. അങ്ങനെയാണെന്ന് എന്ന് പറയാം ലാറ്റസ് റെക്റ്റം എന്ന് പറയാം. ഓക്കെ. ഇറ്റ് ഹാസ് ഓൺലി 1 ഫോക്കസ് ആൻഡ് 1 ഡയറക്ട്രിക്സ്. നമ്മൾ പറഞ്ഞു പാരബോളയ്ക്ക് എത്ര ഫോക്കസ് ഉണ്ടോ ഒറ്റ ഫോക്കസും ഉള്ളൂ, ഒറ്റ ഡയറക്ട്രിക്സും ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ഹൈപ്പർബോള. എ ഹൈപ്പർബോള ഈസ് ഡിഫൈൻഡ് ആസ് the locus of a point moving in a plane in such a way that the difference between its distance from 2 fixed points called foci is always a constant. അതിന് എത്ര ഫോഴ്സേ ഉണ്ട്? 2 ഫോഴ്സേ ഉണ്ട്, 2 ഡയറക്ട്രിക്സും ഉണ്ട്. എലിപ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ 2 ഫോക്കസും ഉണ്ട്, 2 ഡയറക്ട്രിക്സും ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്, ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്. 2 ഫോക്കസും 2 ഡയറക്ട്രിക്സും ഉണ്ട്. ഇതിനെ നമ്മൾ എന്താ പറയും? വെർട്ടെക്സ് എന്ന് പറയും. ഇതാണ് വെർട്ടെക്സ്. ഈ വെർട്ടെക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിനെയാണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 വെർട്ടിസസ് ഓഫ് ദ ഹൈപ്പർബോള. അതിനെ നമ്മൾ എന്താ പറയും? ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയും. ട്രാൻസ്വേഴ്സ് ആക്സിസ്. ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 വെർട്ടിസസ് ഓഫ് ദ ഹൈപ്പർബോള. ഹൈപ്പർബോളയുടെ 2 വെർട്ടിക്സിന് ഇടയ്ക്കുള്ള ആ ഡിസ്റ്റൻസിന് നമ്മൾ എന്താ പറയുക? ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഹൈപ്പർബോള മനസ്സിലായല്ലോ. അപ്പോൾ ഹൈപ്പർബോള എന്തായിരുന്നു? E ഗ്രേറ്റർ ദാൻ 1 ആണ് ഹൈപ്പർബോളയുടെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇറ്റ് ഹാസ് 2 ഫോഴ്സേ ആൻഡ് 2 ഡയറക്ട്രിക്സസ്. ഹൈപ്പർബോളയ്ക്ക് എത്രയാണ്? 2 ഫോഴ്സേ ഉണ്ട്, 2 ഡയറക്ട്രിക്സസും ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ദ സ്കെയിൽ ഓഫ് എ ഡ്രോയിങ് ഈസ് ഗിവൺ ആസ് 1:20. വാട്ട് ഈസ് ദ റിപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 1/20, ഓപ്ഷൻ സി 0.5, ഓപ്ഷൻ ഡി 0.02. ആൻസർ ഓപ്ഷൻ ബി 1/20. നമ്മൾ റിപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എപ്പോഴും എങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്? 1/20. ഇങ്ങനെയാണ്, ലെങ്ത് റേഷ്യോ ആണ്. അപ്പോൾ 1/20 എന്നാണ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. Next question. The sections cut by a plane on a right circular cone are called. Option A parabola sections, option B conic sections, option C elliptical sections, option D hyperbolic sections. Answer option B conic sections. എന്താണ് ചോദ്യം? എന്താണ് നമ്മൾ റൈറ്റ് സർക്കുലർ കോണിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്താ നമ്മൾ പറഞ്ഞത്? കോണിക് സെക്ഷൻസ് ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാണ്, കോണിക് സെക്ഷൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാണ് ഇത്. ഓക്കെ. ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട് PSC. ഓക്കെ. Next question. Which of the following is conic section? Option A circle, option B rectangle, option C triangle, option D square. Answer option A circle. നമ്മൾ പറഞ്ഞാണ് കോണിക് സെക്ഷൻ വരുന്നതാണ് സർക്കിൾ, എലിപ്സ്, പാരബോള, ഹൈപ്പർബോള ഇതെല്ലാം. ഓക്കെ. നെക്സ്റ്റ്. A plane is held parallel to horizontal plane. In which view we can watch drawing on that plane? Option A top view, option B front view, option C back view, option D side view. ആൻസർ ഓപ്ഷൻ എ ടോപ്പ് വ്യൂ. നമുക്ക് പ്രൊജക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ലൈൻ്റെ ഉണ്ട്, പ്ലെയിൻ്റെ ഒക്കെ പ്രൊജക്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയും ഓർത്ത് വെക്കുക. എന്താണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? പ്ലാൻ കിട്ടുന്നത്. അതായത് ടോപ്പ് വ്യൂ എപ്പോഴും നമുക്ക് എന്തായാലും കിട്ടുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും കിട്ടുന്നത്. എലിവേഷൻ എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലാണ് കിട്ടുന്നത്. ഇത് എത്രയും ഓർത്ത് വെക്കുക. പ്രൊജക്ഷൻസ് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following represents reducing scales?
Option A 1:1, option B 1:2, option C 2:1, option D 10:1. Answer option B 1:2. ഇത് ഏതാണ്? ഫുൾ സ്കെയിൽ ആണ്. ഇത് രണ്ടും എന്താണ്? എൻലാർജ്ഡ് സ്കെയിൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When the locus of a point moving in a plane in such a way that the ratio of its distance from the focus to the distance from the directrix is constant and greater than 1 is A. Option A ellipse, option B hyperbola, option C parabola, option D hypocycloids. Answer option B hyperbola. ഈ വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഗ്രേറ്റർ ദാൻ 1 എന്ന് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് എഴുതാം? ഹൈപ്പർബോളയാണ് ആൻസർ നമുക്ക് എഴുതാം. എസെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പർബോളയാണ്. ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ റേഷ്യോ ഓഫ് ഇസ് ഡിസ്റ്റൻസ് ഫ്രം ദ ഫോക്കസ് ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എസെൻട്രിസിറ്റിയുടെ ഡെഫിനിഷനാണ്. ഡിസ്റ്റൻസ് ഫ്രം ദ ഫോക്കസ് ടു ഇസ് ഡിസ്റ്റൻസ് ഫ്രം ദി ഡയറക്ട്രിക്സ്. അതെന്ന് പറയുന്നത് എന്താണ്? എസെൻട്രിസിറ്റിയാണ്. അപ്പോൾ എസെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താണ്? ഹൈപ്പർബോളയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പ്രൊജക്ഷൻസ് ദെൻ കേർവ്സ് ഉണ്ട്, സൈക്ലോയിഡ്, എപ്പിസൈക്ലോയിഡ് എന്ന് പറഞ്ഞത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം ആരും മറക്കണ്ട. അപ്പം ജോയിൻ ചെയ്യാൻ പറ്റുന്നവരെല്ലാം നേരത്തെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനകത്തുനിന്ന് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്